സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജീവനക്കാരാക്കുന്ന രീതി ബസ്സുടമകൾ ഉപേക്ഷിക്കണമെന്നും ഇതിനായി പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്നും അല്ലാത്തവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. തമിഴ്നാട് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൈക്കത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്ക് പുതുതായി ആരംഭിച്ച ബസ് സർവീസുകളുടെ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. വണ്ടി വേണം എന്ന് എഴുതി കൊടുത്തു. മിനിസ്റ്റർ ഞാനായിട്ട് സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ എന്ത് പറഞ്ഞു, MP CM கிட்ட கேட்டிருக்கு பஸ் வேணாம்னு சொல்லியிருக்கு, பஸ் ரெடி എന്ന് പറയും. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് അത് എഴുതി കൊടുത്തപ്പോൾ പക്ഷേ ഫ്രാൻസിസ് ജോർജിന് ഒരു ചമ്മലുണ്ടായിരുന്നു. കാരണം ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനോട് പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ടാണോ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അതെ KSRTC ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അച്ഛൻ്റെ നേതാവിൻ്റെ മോനാണ്. അപ്പോൾ എന്നോട് ചെറിയ കരുണ കാണിച്ചാന്ന് കൂട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ അച്ഛൻ്റെ നേതാവായിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ബജറ്റ് ടൂറിസം പദ്ധതി തമിഴ്നാടിന്റെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ആലപ്പുഴ ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കലിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോകുന്നതിനായി തീർത്ഥാടകർക്ക് സമയത്തെത്തി പോകുന്നതിനായി വൈക്കത്തേക്ക് KSRTC പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സാമൂഹിക നീതിക്കായി തന്തൈ പെരിയോർ പോരാടിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് സമരഭൂമിയിൽ നിന്നും തമിഴ്നാടിന്റെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനം ചരിത്രസ്മരണ നിലനിർത്തുന്നതിനു കൂടിയാണെന്നും KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതി തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവശങ്കർ പറഞ്ഞു. കൊടുക്കപ്പെട്ട ഒരു കடிதத்திற்கு இன்றைக்கு உடனடியாக எங்களுடைய முதலமைச்சர் நடவடிக்கை எடுத்து இந்த பணியை செய்ய உத்தரவிட்டிருக்கிறார்கள். ஏற்கனவே தமிழ்நாடு அரசு வைக்கின்ற கருத்துக்களை எல்லாம் கோரிக்கையை எல்லாம் நம்முடைய കേരള പോക്കുവരത്ത് அமைச்சர் ഗണേഷ്കുമാർ അവர்கள் ഉടനടിயாக എங்களுக்கு ചെയ്തു കൊടുത്തുകൊണ്ട് ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗതാഗത വകുപ്പ് മന്ത്രിമാരായ SS ശിവശങ്കറും KB ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. ചെന്നൈ ബസ് സർവീസ് 6-ന് വൈക്കത്തെത്തുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. കാരണം ഈ കഴിഞ്ഞ ഈ പെരിയാർ സ്മാരക ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനും നമ്മുടെ മുഖ്യമന്ത്രിയും വന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഡൽഹിയിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് ഫ്ലൈറ്റിൽ കയറിയാണ് ഇവിടെ വന്നത്. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, SCTC മാനേജിംഗ് ഡയറക്ടർ R മോഹൻ, GP പ്രദീപ് കുമാർ, TA ഉബൈദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.